BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് കഷ്ടിച്ച് കേവല ഭൂരിപക്ഷം ലഭിച്ചാൽ രമേശ് ചെന്നിത്തലയും 100 സീറ്റ് ലഭിച്ചാൽ KC വേണുഗോപാലുമാകും മുഖ്യമന്ത്രി എന്ന് അഭ്യൂഹ പ്രചാരണം. VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് തുറന്നടിച്ച് എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസും പാർട്ടിയിൽ വോട്ടെടുപ്പിന് ശേഷം ആദ്യമായി പ്രതികരിച്ചിരുന്നു. വോട്ടെടുപ്പിന് മുൻപേ കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി വിവാദം തുടങ്ങിയിരുന്നു. രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ച് K സുധാകരനും PJ കുര്യനും തുടക്കത്തിലെ രംഗത്ത് വന്നു. എന്നാൽ VD സതീശൻ ഇക്കാര്യത്തിൽ മൗനം പാലിച്ച് പക്വത കാട്ടി. തർക്കം രൂക്ഷമായാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ കടന്നു വരുമെന്നും കരുതുന്നവർ ഏറെയാണ്. UDF അധികാരത്തിൽ വന്നാൽ ആര് മുഖ്യമന്ത്രിയാകും എന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ അനാവശ്യമാണെന്ന് ശശി തരൂർ MP പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം MLAമാരുടെ താൽപര്യം കൂടി പരിഗണിച്ചായിരിക്കും ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക എന്നും അദ്ദേഹം വ്യക്തമാക്കി. നിലവിൽ ഇത്തരം ചർച്ചകൾക്ക് പ്രസക്തിയില്ലെന്നാണ് തരൂരിന്റെ നിലപാട്. കെട്ടിടം പണി പൂർത്തിയായ ശേഷമേ ഫർണിച്ചർ വാങ്ങുക എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ എന്ന രസകരമായ ഉദാഹരണത്തോടെയാണ് അദ്ദേഹം തന്റെ അഭിപ്രായം പങ്കുവച്ചത്. ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നോ ഏത് നഗരത്തിൽ നിന്നാകണമെന്നോ ഇപ്പോൾ പ്രവചിക്കാനാകില്ലെന്നും നേതാക്കൾ ഇപ്പോൾ നടത്തുന്ന പ്രസ്താവനകൾ അനാവശ്യമാണെന്നും തരൂർ കൂട്ടിച്ചേർത്തു. നേരത്തെ VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരുടെ പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രധാനമായും കേട്ടിരുന്നത്. എന്നാൽ പിന്നീട് KC വേണുഗോപാലിന്റെ പേരും സജീവമായി ചർച്ചകളിലേക്ക് വന്നു. ഇതോടെ വിവിധ നേതാക്കൾ അനുകൂല പ്രസ്താവനകളുമായി രംഗത്തെത്തുകയും സമൂഹ മാധ്യമങ്ങളിൽ അണികൾ ചേരിതിരിഞ്ഞ് പ്രചാരണം തുടങ്ങുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് തരൂരിന്റെ ഈ പ്രതികരണം. അതേസമയം എറണാകുളത്ത് നിന്ന് ഒരു മുഖ്യമന്ത്രി വേണമെന്ന DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ പ്രസ്താവനയെ തള്ളി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ K ബാബു രംഗത്തെത്തി. ജില്ലയിൽ നിന്നൊരു മുഖ്യമന്ത്രി വേണമെന്നല്ല, മറിച്ച് കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രി വേണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി പ്രാദേശിക നേതാക്കൾ പരസ്യമായി അഭിപ്രായം പറയുന്നത് ഉചിതമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് പാർട്ടിയിൽ കൃത്യമായ നടപ്പ് രീതികളുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അത് ഏത് ഭാഗത്ത് നിന്നായാലും അത്തരമൊരു ചർച്ച ഇപ്പോൾ ആവശ്യമില്ല. വ്യക്തിപരമായ താൽപര്യങ്ങളെക്കാൾ പാർട്ടിയുടെ വിജയത്തിനാണ് മുൻഗണന നൽകേണ്ടതെന്നും മുഹമ്മദ് ഷിയാസിന്റെ പ്രസ്താവനയിൽ അതൃപ്തി പ്രകടമാക്കിക്കൊണ്ട് K ബാബു പറഞ്ഞു. തൃപ്പൂണിത്തുറയിലെ തിരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച K ബാബു അവിടെ ഉണ്ണികൃഷ്ണൻ എഫക്ട് UDFനാണ് ഗുണം ചെയ്യുന്നതെന്ന് അവകാശപ്പെട്ടു. എറണാകുളം ജില്ലയിലെ 14 സീറ്റുകളും UDF തന്നെ നേടുമെന്നും പ്രവചിച്ചു. അതേസമയം എറണാകുളം ജില്ലയിൽ CPM വലിയ പ്രതീക്ഷയിലാണ്. കൊച്ചി സീറ്റ് 2000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് CPMന്റെ ആഭ്യന്തര കണക്കുകൂട്ടൽ. എന്നാൽ ഈ വാദങ്ങളെ തള്ളിക്കളയുന്നതാണ് UDFന്റെ കണക്കുകൂട്ടൽ. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.